ഡിമാൻഡ് എക്കണോമിക്സിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിമാൻഡ്. +2 കൊമേഴ്സ് സ്റ്റുഡൻസ് തുടങ്ങി ബികോം, BBA, CA, CS ഫൗണ്ടേഷൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും സിലബസിൽ ഈ ഡിമാൻഡ് എന്നുള്ളൊരു ടേമും ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് ഡിമിനിഷൻ മാർജിൻ യൂട്ടിലിറ്റി, ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഈ തിയറീസൊക്കെ കൂടുതലായിട്ട് പരാമർശിക്കുന്നതായിട്ട് കാണാം. ഇന്ന് നമുക്ക് എന്താണ് ഡിമാൻഡ് എന്നും വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ് എന്നും നോക്കാം. എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് എന്ന് പറയുന്നത് ഇസ് എ ഡിസയർ, നീഡാണ്, ഒരു ആവശ്യകതയാണ്. ഒരു ആവശ്യകത നമുക്ക് പൂർണ്ണമാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് 1-2 കാര്യങ്ങൾ അത്യാവശ്യമാണ്. എ ഡിമാൻഡ് ഇസ് എ ഡിസയർ backed by willingness to pay and ability to pay for a commodity. That is willingness, ability and need. ഈ 3 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിമാൻഡ് ഫുൾഫിൽ ആവുകയുള്ളൂ. The term demand and law of demand is developed by Alfred Marshall, and he defined demand is a desire backed by willingness to pay and ability to pay for a commodity. ഡിമാൻഡിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസാണ്, ഒരു കമ്മോഡിറ്റിയുടെ വില. That is, when the price of a commodity increases, as we all know, its demand decreases, and when the price decreases, the demand increases. So there is an inverse relation between price and quantity demand, and that inverse relation Alfred Marshall termed as law of demand. ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്, ഒരു കമ്മോഡിറ്റിയുടെ വില കൂടുമ്പോൾ ആ കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറയുന്നതായിട്ട് കാണാം. അതേസമയം കമ്മോഡിറ്റീസിൻ്റെ വില കുറയുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ ഡിമാൻഡ് ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോസസ്, ദാറ്റ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഈസ് നോൺ ബൈ ദ നെയിം ലോ ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ടുള്ള പ്രൈസ്, വീണ്ടും അതിനെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ദെൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, മറ്റു റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കമ്മോഡിറ്റീസ് ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. വാട്ട് ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്? സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ ദോസ് കമ്മോഡിറ്റി വി ക്യാൻ റീപ്ലേസ് ഇൻ യൂസ്, ഉപയോഗത്തിൽ പകരം വയ്ക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ടീ ആൻഡ് കോഫി ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. രണ്ടും ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ദർ ആർ എക്സെപ്ഷൻസ്. Then tea and coffee perfect substitutes. Okay, then another complementary goods, another goods, those goods which use together, ഒരുമിച്ച് ഉപയോഗിക്കുന്നു, പൂരകങ്ങളായി നിലകൊള്ളുക, കാർ ആൻഡ് പെട്രോൾ ആർ complementary goods. So when the price of one commodity changes, automatically the demand of other commodity also changes. For example, tea and coffee perfect substitutes ആണെന്ന് പറഞ്ഞു. ടീയുടെ പ്രൈസ് കൂടുമ്പോൾ, ടീയും കോഫി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ടീയുടെ പ്രൈസ് കൂടുമ്പോൾ ദേ കൺസ്യൂം ലെസ് ടീ ആൻഡ് ദേ കൺവേർട്ട് ഇൻ ടു ദാറ്റ് ഈസ് കോഫി. ഓക്കെ, സോ പ്രൈസ് ഓഫ് ടീ ചേഞ്ച് വന്നപ്പോൾ ടീയുടെ ഡിമാൻഡ് മാത്രമല്ല ചേഞ്ച് വരുന്നത്, ഇറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂട്ട്, കോഫീസ് ഡിമാൻഡ് ഓൾസോ ചേഞ്ചസ്. ദാറ്റ് ഈസ് നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണെങ്കിൽ പെട്രോൾ ആൻഡ് കാർ, when the price of petrol increases, then automatically demand of petrol also changes. At the same time, that is the demand of car also changes, isn't it? So that is the demand effect in a factor in the price of related commodities. Next important factor is income of the consumer. ഒരാളുടെ വരുമാനം അയാളുടെ ഡിമാൻഡും വളരെയധികം ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നോർമലി ഹി കൺസ്യൂം മോർ, പോസിറ്റീവ് റിലേഷൻ ആണ്. When income increases, demand automatically increases. In case of normal goods, okay, exceptional goods ഉണ്ട്. ഇപ്പോൾ മെഡിസിൻ, നെസസറീസിൻ്റെ കേസിൽ ഇത് പോസിബിൾ അല്ല. അയാളുടെ വരുമാനം കൂടിയാലും കുറഞ്ഞാലും ഹി കൺസ്യൂം ദ സെയിം കമ്മോഡിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് നെസസറി ഫോർ ദാറ്റ് പേഴ്സൺ. ഓക്കെ, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അനദർ ഫാക്ടർ ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ഒരാളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അയാളുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കും, അല്ലേ? ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചാണ് ഓരോരുത്തരും ചൂസ് ചെയ്യുന്നത്. So that is also an important factor affecting the demand. Another one, that is our customs, then our social relationships, that also affect the demand.
ചില മാരേജ് എന്നൊരു കസ്റ്റം, അതിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കുറേ കമ്മോഡിറ്റീസ്. സോഷ്യൽ കസ്റ്റംസ് ഉണ്ടായിരിക്കും, കൾച്ചറൽ കസ്റ്റംസ് ഉണ്ടായിരിക്കും. ദിസ് ഓൾ എഫക്റ്റ് ദി ഡിമാൻഡ്. ഓക്കെ, ദെൻ സൈസ് ഓഫ് പോപ്പുലേഷൻ, അനദർ ഫാക്ടർ. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ അവിടുത്തെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കും അല്ലെ. വെൻ പോപ്പുലേഷൻ ഇൻക്രീസസ് ഓട്ടോമാറ്റിക്കലി ദ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് ഓൾസോ ഇൻക്രീസസ്. എഗെയിൻ സെയിങ് പോപ്പുലേഷൻ കോമ്പോസിഷൻ, ലൈക്ക് ഒരു പോപ്പുലേഷനിൽ കുട്ടികളുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ ആ ഒരു രാജ്യത്ത് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബേബി പ്രോഡക്റ്റുകളായിരിക്കും. യൂത്ത് ആണെങ്കിൽ യൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഡിമാൻഡ് കൂടുതൽ വരുന്നത്. സോ പോപ്പുലേഷൻ കോമ്പോസിഷൻ ഓൾസോ എഫക്റ്റ് ദി ഡിമാൻഡ്. So these all are the different factors that affect the demand of a commodity. But the most important factor, that is price itself. That's why the relation between price and demand is known by the name law of demand. Okay, that's all about the demand and the law of demand. In another class we can discuss detailedly regarding this field. Thank you.